Hello friends, welcome to Toppers World. നമ്മുടെ ഇന്നത്തെ ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ യൂണിറ്റ് 6 ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ്, ദ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്, ഒരു ഔലറ്റിന്റെ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി വലുതായതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അല്ലെ പാർട്ട് 1 ആണ് ഈ ക്ലാസ്. പാർട്ട് 1 കണ്ടതിന് ശേഷം എല്ലാവരും പാർട്ട് 2 കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 6 ദ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പേജിൽ എന്താണ്, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്താ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? എന്താ ഈ ബേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഔൾ എന്ന് പറയുക. ഔൾ എന്ന ബേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഔൾസിനെ കണ്ടിട്ടുണ്ടോ? ഔൾസ് ആണ് നമ്മുടെ മലയാളത്തിൽ എന്താ പറയുക? മൂങ്ങ എന്ന് പറയും. ഓക്കെ, രാത്രി കാലങ്ങളിൽ കാണുന്ന ഒരു ബേർഡ് ആണ് അല്ലേ മൂങ്ങ. അപ്പൊ വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ആരെയാ കാണുന്നത്? ഔൾസ്. ആരെയാണ്? ഔൾസ്, മൂങ്ങകളെ അല്ലെ? ഹാവ് യു സീൻ ഔൾസ്? നിങ്ങൾ മൂങ്ങകളെ കണ്ടിട്ടുണ്ടോ? ഡു യു ലൈക്ക് ഔൾസ്? മൂങ്ങകളെ ഇഷ്ടമാണോ? ഔൾസിന് എല്ലാവർക്കും ഇഷ്ടമാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഔൾസ് ആണുള്ളത്? 2 ഔൾസ് ഇരിക്കുന്നുണ്ട് അല്ലെ? പിന്നെ ഇവിടെ നോക്കി, ഈ മരത്തിന്റെ ഹോളിനകത്ത് 3 കുട്ടി മൂങ്ങകളും ഉണ്ട് അല്ലെ? കുട്ടി മൂങ്ങകൾ, അതായത് ഔൾസിന്റെ ബേബീനെ പറയുന്ന പേരെന്താ? ഔൾസിന്റെ കുട്ടികളെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഔലറ്റ് എന്നാണ് പറയുക. എന്താണ്? ഔലറ്റ്. അപ്പൊ ഇവിടെ എത്ര ഔൾസ് ഉണ്ട്? 2 ഔൾസ് ഉണ്ട്. എത്ര ഔലറ്റ് ആണുള്ളത്? 3 ഔലറ്റ് ഉണ്ട് അല്ലെ? 3 മൂങ്ങ കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് പാഠം വായിക്കാം. An owl family lived on a big tree. A father owl, a mother owl, and 3 baby owls. The babies were very young. They couldn't fly. അപ്പൊ നോക്കൂ, ഇവിടെ എന്താ, നമ്മൾ ആരുടെ പാഠമാണ് പഠിക്കുന്നത്? ഔൾസിന്റെ ആണ് അല്ലെ? ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തില് ഒരു ഔൾ ഫാമിലി താമസിച്ചിരുന്നു. ഔൾ എന്ന് പറഞ്ഞാൽ നമ്മള് മൂങ്ങ എന്നാ പറഞ്ഞു അല്ലെ? മൂങ്ങ. അപ്പൊ മൂങ്ങയുടെ കുടുംബം താമസിച്ചിരുന്നത് എവിടെയാണ്? ബിഗ് ട്രീല്, വലിയ മരത്തില്. ആരൊക്കെയായിരുന്നു ഔൾ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്? ആരൊക്കെയാ? ഫാദർ ഔള്, അച്ഛൻ മൂങ്ങ ഉണ്ടായിരുന്നു. മദർ ഔൾ, അമ്മ മൂങ്ങ. പിന്നെയോ 3 ബേബി ഔൾസ്, 3 മൂങ്ങ കുട്ടികളും ആണ് ഉണ്ടായിരുന്നത്. The babies were very young. They couldn't fly. Babies എന്ന് വെച്ചാൽ വളരെ ചെറുതായിരുന്നു, അതുകൊണ്ട് അവർക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു. They couldn't fly എന്ന് വെച്ചാൽ അവർക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്? ആരാണ്? ഔൾ ഫാമിലി അല്ലേ? ഔൾ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? ഫാദർ ഔൾ, മദർ ഔൾ, 3 baby owls. Okay, ബേബീസിന് പറക്കാൻ കഴിയോ? ഇല്ല. They couldn't fly. Do you know the sound made by owls? നമ്മുടെ ഔൾസ് ഉണ്ടാക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് ഔൾസ്? ഈ ബേർഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഔൾസിന് പകൽ സമയത്ത് കണ്ണ് കാണില്ല അല്ലെ? പകൽ സമയത്ത് ഈ ഔൾസിനൊന്നും പുറത്ത് കാണില്ല. രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന ഒരു ബേർഡാണ്. രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇവരെന്ത് ചെയ്യുക? ഇവരുടെ കൂട്ടിന്ന് പുറത്തിറങ്ങുക. പുറത്തൊക്കെ ഇറങ്ങി പറക്കുകയൊക്കെ ചെയ്യുന്നത് രാത്രി കാലങ്ങളിലാണ്. കാരണം അവർക്ക് നൈറ്റിലാണ് കണ്ണ് കാണുക. ഓക്കെ, അത് നമ്മുടെ മൂങ്ങയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഔൾസിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഹൗ മെനി ഔൾസ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ, ഈ രണ്ടാമത്തെ ചിത്രത്തില് നിങ്ങൾ എത്ര ഔൾസിനെയാണ് കാണുന്നത്? നോക്കൂ, ഇവിടെ എത്ര ഔൾസ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? എത്രയുണ്ട്? 5 ഔൾസ് ഉണ്ട്. അതായത് നമ്മുടെ ഔലറ്റ്സിനെ കൂട്ടിയിട്ട് 5 ഉണ്ട് അല്ലെ? വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? ഇത് ഏത് സമയമാണ്? ഡേ ആണോ, പകലാണോ, അതായത് മോർണിംഗ് ആണോ, നൈറ്റ് ആണോ, അതോ നൂൺ ആണോ? ഏത് സമയമാണിത്? രാത്രിയാണ് അല്ലെ? നൈറ്റ്. വാട്ട് ആർ ദ ഔൾസ് ഡൂയിങ്? എന്താണ് ഇവിടെ ഔൾസ് എന്താ ചെയ്യുന്നത്? എന്താ? 2 ഔൾസ് ഇരിക്കുകയാണ് അല്ലെ? ബ്രാഞ്ചിൽ ഇരിക്കുന്നു. 3 ഔൾസ് എന്താ ചെയ്യുന്നത്? ഫ്ലൈ ചെയ്യുന്നു, പറക്കുന്നു. 2 owls are sitting and 3 owls are flying. Who are sitting on the tree? ഈ മരത്തിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ആരൊക്കെയാണ് പറക്കുന്നത്? ആരൊക്കെയാ? നമുക്ക് റീഡ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അല്ലേ? നമുക്ക് നോക്കാം. Children, get ready. The moon has come up. Today is our first day out. Father owl said to the babies. അപ്പൊ നമ്മുടെ ബേബീസിന്റെ അടുത്ത് എത്ര ബേബീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 3 ബേബീസ് അല്ലെ? ബേബീസിന്റെ അടുത്ത് ഫാദർ ഔൾ വന്നിട്ട് എന്താ പറയണത്? കുട്ടികളെ എല്ലാവരും എഴുന്നേക്കൂ, മൂൺ വന്നു. അതായത് മൂൺ വെച്ചാൽ ചന്ദ്രൻ അല്ലെ? ചന്ദ്രൻ വന്നു. നമ്മുടെ ആദ്യമായി നമ്മൾ എല്ലാവരും പുറത്തു പോകുന്നതാണ്. ടുഡേ ഈസ് അവർ ഫസ്റ്റ് ഡേ ഔട്ട്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ആദ്യമായിട്ട് പുറത്തു പോവുകയാണ്. എല്ലാവരും എഴുന്നേക്കൂ എന്ന് പറയാണ്. അതായത് നമ്മൾ 3 കുട്ടികൾ ആദ്യമായി പറക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആരാണ് ബേബീസിനെ വിളിക്കുന്നത്? ആരാണ്? ഫാദർ ഔൾ. 2 baby owls flapped their wings and rose up, but the third one sat still.
അപ്പൊ അച്ഛൻ പറയുന്നത് കേട്ടതും വേഗം രണ്ട് മൂങ്ങക്കുട്ടികൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ് ചിറകുകളൊക്കെ വിടർത്തി പറക്കാൻ റെഡി ആവുകയാണ്. ബട്ട് ദ തേർഡ് വൺ സെറ്റ് സ്റ്റിൽ. പക്ഷേ മൂന്നാമത്തെ നമ്മുടെ ഔലറ്റ് മാത്രം എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരിക്കുകയാണ്. Rowley, what happened, my dear? Come, let's fly out with father, mother said. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മുടെ അമ്മ മൂങ്ങ വന്നിട്ട് പറഞ്ഞു, മദർ അവൾ വന്നിട്ട് എന്താ പറയണത്? എന്താ? റൗലി, നിനക്ക് എന്തു പറ്റി? നമുക്ക് വേഗം വാ, നമുക്ക് അച്ഛന്റെ കൂടെ പറക്കാം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഔലറ്റിന്റെ പേരെന്താണ്? റൗലി. അപ്പൊ നമ്മുടെ ഈ സ്റ്റോറി ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള നമ്മുടെ പാഠം ആരുടെ സ്റ്റോറിയാണ്? നമ്മുടെ ഔലറ്റ്, നമ്മുടെ റൗലിന്റെ സ്റ്റോറിയാണ്. ഈ ഔലറ്റിന്റെ പേരാണ് റൗലി. ഓക്കെ, അപ്പൊ റൗലി വേഗം വാ, നമുക്ക് അച്ഛൻ്റെ കൂടെ പറക്കാന്ന് പറയുന്നത് ആരാണ്? മദർ ഔൾ അല്ലെ? മദർ ഔൾ പറയാണ്, മദർ ഐ കാൺ സീ എനിത്തിങ്, ഇറ്റ് ഈസ് ഡാർക്ക്, റൗലി ദി ഔലറ്റ് സെഡ്. അപ്പൊ നമ്മുടെ റൗലി എന്താ പറയണത്? അമ്മേ, എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല, മൊത്തം ഇരുട്ട് മാത്രമാണ്. ഇറ്റ് ഈസ് ഡാർക്ക് എന്ന് വെച്ചാൽ മൊത്തം ഇരുട്ടാണ്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഐ കാൺ സീ എനിത്തിങ് പറഞ്ഞാൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയാണ്. ഓക്കെ, ആരാ പറയണത്? റൗലി പറയാണ് അല്ലെ? റൗലി ദി ഔലറ്റ്. ഔലറ്റിന്റെ നമ്മുടെ ഔലറ്റ് ആണ് റൗലി. മൂങ്ങക്കുട്ടി അല്ലെ? മൂങ്ങക്കുട്ടീനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഔലറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടർ, ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? നമ്മുടെ റൗലിയാണ്. വൈ കുഡിൻ റൗലി ഗോ ഔട്ട്? അപ്പൊ എന്തുകൊണ്ടാണ് റൗലിക്ക് പുറത്തു പോകാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഷീ കാൺ സീ എനിത്തിങ്, അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ക്യാൻ റൗലി എവർ ഗോ ഔട്ട്? അപ്പൊ അവൾക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിയില്ലേ? അത് നമുക്ക് അടുത്ത പേജസ് വായിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. നോക്കൂ, നെക്സ്റ്റ് പേജ് എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. അപ്പൊ നോക്കൂ, ഇവിടെ ആരാണ് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത്? ആരാണ്? നോക്കിക്കേ, ആരാണ്? നമ്മുടെ റൗലിയാണ് ഇരിക്കുന്നത് അല്ലേ? ആരാണ് ഇരിക്കുന്നത്? റൗലി. വൈ ഈസ് ഷീ സാഡ്? കാണുമ്പോൾ തന്നെ അറിയാം, ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, അവൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ല, വളരെ സങ്കടത്തിൽ ഇരിക്കുകയാണ് അല്ലേ? നമ്മൾ സങ്കടത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? സാഡ് അല്ലെ? സാഡ്. അപ്പൊ സങ്കടത്തിൽ ഇരിക്കുന്നത് ആരാണ്? റൗലിയാണ്. എന്തുകൊണ്ടായിരിക്കും അവൾക്ക് സാഡ്? കാരണം അവൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല അല്ലെ? Rowley, we are owls. We can see at night. Come on, just try, dear, mother said. അപ്പൊ ഇത് കേട്ടതും എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല അമ്മേന്ന് നമ്മുടെ റൗലി പറഞ്ഞു. അപ്പൊ നമ്മുടെ മദർ എന്താ പറയണത്? റൗലി, നമ്മൾ മൂങ്ങകളാണ്, നമുക്ക് രാത്രി സമയത്താണ് കാണാൻ കഴിയുക, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. Come on, just try, dear എന്ന് പറഞ്ഞാൽ എന്താ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് അമ്മ പറയാണ്. But mother, I can't even see you clearly. I can only hear your voice, Rowley sobbed. അപ്പൊ നമ്മുടെ റൗലി എന്താ മറുപടി പറയണത്? എന്താ? അമ്മേ, എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല അല്ലെ? ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. ഐ കാൺ ഇവൻ സീ യു ക്ലിയർലി. എനിക്ക് അമ്മയെയും, അതായത് തൊട്ടടുത്തിരിക്കുന്ന അമ്മയും കാണാൻ കഴിയുന്നില്ല എന്ന് റൗലി പറയാണ്. എനിക്ക് അമ്മയും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല, എനിക്ക് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് റൗലി ഇങ്ങനെ പറയുന്നത് വളരെ സങ്കടത്തിൽ പറയുകയാണ്. ഡോണ്ട് ക്രൈ മൈ ലിറ്റിൽ വൺ, യു വിൽ ബി ഓക്കെ. അപ്പൊ കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ റൗലി പറയണത് കേട്ടോ. അപ്പൊ അമ്മ എന്താ പറയണത്? നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. സ്റ്റേ ഹിയർ, ഐ വിൽ ബ്രിങ് യു ഫുഡ്, സെയിങ് ദിസ് മദർ ഔൾ ഫ്ലോ അവേ. അപ്പൊ എന്ത് ചെയ്യാനാ പറയുന്നത്? നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി നിനക്ക് ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അമ്മ മൂങ്ങ എന്ത് ചെയ്തു? മദർ ഔള് പറന്നുപോയി അല്ലെ? എങ്ങോട്ടാ പറക്കണം? എന്തിനാ പോണ പുറത്ത്? മദർ ഔൾ എന്തിനാ പോയിരിക്കുന്നത്? നമ്മുടെ റൗലിക്ക് ഫുഡ് കൊണ്ടുവരാൻ. റൗലി വാസ് അലോൺ. സ്ലോലി റൗലി സ്ലിപ്പഡ് ഇൻ ടു എ സൗണ്ട് സ്ലിപ്പ്. അപ്പൊ അവിടെ ആര് മാത്രമായി? നമ്മുടെ റൗലി മാത്രമായി തനിച്ചായി അല്ലേ? കാരണം എന്താ? നമ്മുടെ ഫാദർ ഔളിന്റെ കൂടെ അവളുടെ രണ്ട് സിസ്റ്റേഴ്സും പറന്നുപോയി. വേറെ രണ്ട് കുട്ടികൾ, രണ്ട് ഔളറ്റും കൂടി ഉണ്ടായിരുന്നില്ലേ? അവര് ഫാദർ ഔളിന്റെ കൂടെ പുറത്തുപോയി, മദർ ഔളും പുറത്തുപോയി അല്ലേ? അപ്പൊ ആര് മാത്രമായി തനിച്ചു? നമ്മുടെ റൗലി മാത്രമായി തനിച്ചു. അങ്ങനെ അവള് കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഉറങ്ങാൻ തുടങ്ങി. ഓക്കെ, വെർ ഇസ് റൗലിസ് മദർ? റൗലിന്റെ മദർ എങ്ങോട്ടാ പോയിരിക്കുന്നത്? അവൾക്ക് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. മദർ ഔൾ ഫ്ലോ അവേ ടു ബ്രിങ് ഫുഡ് ഫോർ റൗലി. വൈ ഡിഡ്ന്റ് റൗലി ഗോ വിത്ത് ഹെർ പാരന്റ്സ്? അപ്പൊ എന്തുകൊണ്ടാണ് പാരന്റ്സിന്റെ കൂടെ അവൾ പുറത്തു പോകാതിരുന്നത്? റൗലി കാൺ സീ എനിത്തിങ്, അവൾക്ക് ഒന്നും കാണുന്നില്ല, മൊത്തം ഇരുട്ട് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. റൗലി കാൺ സീ എനിത്തിങ്. വെൻ വിൽ റൗലീസ് പാരന്റ്സ് കം ബാക്ക്? അപ്പൊ എപ്പോഴായിരിക്കും റൗലിന്റെ പാരന്റ്സ് തിരിച്ചു വരുന്നത്? എപ്പോഴായിരിക്കും? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ നോക്കൂ, നെക്സ്റ്റ് നമ്മൾ ഈ ചിത്രത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? എന്താ? നമ്മുടെ മദർ ഔളും വന്നിട്ടുണ്ട്, ഫാദർ ഔളും ഉണ്ട്, അതുപോലെ മറ്റു രണ്ട് നൈറ്റിൽ പറഞ്ഞ രണ്ട് ബേബി ഔൾസും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഉറങ്ങുകയാണ് അല്ലെ? സ്ലീപ്പ് ചെയ്യാണ്. ഈ ഹോളിനകത്ത് ആരാ ഇരിക്കുന്നത്? നമ്മുടെ റൗലി ഇരിക്കുന്നുണ്ട്. വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ്? ഇത് ഏത് സമയമാണ്? മോർണിംഗ് ആണ് അല്ലെ? നേരം വെളുത്തു, മോർണിംഗ് ആണ്. ഹൂ ഈസ് സിറ്റിംഗ് ഇൻസൈഡ് ദ ഹോൾ ഓഫ് ദ ട്രീ? ട്രീയുടെ അകത്ത്, അത് ഹോളിനകത്ത് ആരാ ഇരിക്കുന്നത്? റൗലി. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ ഔൾസിന്റെ പ്രത്യേകത? എന്താ പറഞ്ഞത്? ഔൾസ് രാത്രി കാലങ്ങളിലാണ് പുറത്തിറങ്ങുക, പകൽ സമയത്ത് ഫുൾ അവർ എന്ത് ചെയ്യും? ഉറങ്ങും, സ്ലീപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ,
The day broke, Rowley woke up. Food. Rowley started eating the food. അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ റൗലി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു. അപ്പോഴാണ് അവിടെ എന്ത് കാണുന്നത്? അമ്മ കൊണ്ടുവച്ച ഫുഡ് കാണുന്നത്. അപ്പോൾ വേഗം എന്ത് ചെയ്തു? ഫുഡൊക്കെ കഴിച്ചു. ബ്രൈറ്റ് സൺലൈറ്റ് വാസ് പീപ്പിംഗ് ഇൻ ടു ദി നെസ്റ്റ്. ഫാദർ, മദർ ആൻഡ് മൈ സിസ്റ്റേഴ്സ് ആർ സ്ലീപ്പിംഗ്. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. കൂടിനകത്തേക്ക് വെളിച്ചമൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ അവൾ എന്ത് കാണുന്നത്? അച്ഛനും അമ്മയും അവളുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഉറങ്ങുകയാണ്. ഫാദർ, മദർ ആൻഡ് മൈ സിസ്റ്റേഴ്സ് ആർ സ്ലീപ്പിംഗ്. ദേ ക്യാൻ സീ അറ്റ് നൈറ്റ്. ദേ ക്യാൻ ഫ്ലൈ ഔട്ട്. ബട്ട് ഐ കാൺട്ട്. വാട്ട്സ് റോങ് വിത്ത് മീ? റൗലി തോട്ട്. റൗലി slowly came out of the nest. അപ്പോൾ അവൾ സ്വയം ചിന്തിക്കുകയാണ്, അമ്മയ്ക്കും അച്ഛനും എൻ്റെ സിസ്റ്റേഴ്സിനും എല്ലാവരും ഉറങ്ങുകയാണ്. അവർക്കെല്ലാം രാത്രി കാലങ്ങളിൽ എല്ലാം കാണുന്നുണ്ട്. രാത്രി സമയത്ത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നുണ്ട്, പറക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും പറ്റുന്നില്ല. എനിക്ക് എന്താണ് പ്രശ്നം? അവൾ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. റൗലി ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൾ എന്ത് ചെയ്തു? പതുക്കെ കൂട്ടിന് പുറത്തു വന്നു. നെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൂട്. ഓക്കെ, അപ്പൊ ഈ ഔൾസിന്റെ കൂട് ഏതാണ്? ഈ ഹോള്. ഓക്കെ, ഈ ഹോളാണ് അവരുടെ നെസ്റ്റ്. അപ്പോൾ അവരുടെ കൂട്ടിന്ന് പതുക്കെ റൗലി പുറത്തു വരികയാണ്. ഹു ആർ സ്ലീപ്പിംഗ് ഓൺ ദ ബ്രാഞ്ച്? ആരൊക്കെയാണ് ഈ ബ്രാഞ്ചിൽ ഇരുന്ന് ഉറങ്ങുന്നത്? ആരൊക്കെയാണ്? റൗലിസ് ഫാദർ, മദർ ആൻഡ് സിസ്റ്റേഴ്സ്. വൈ ഡു ഔൾസ് സ്ലീപ് ഡ്യൂറിംഗ് ദ ഡേ? എന്തുകൊണ്ടാണ് ഔൾസ് ഡേ ടൈമിൽ, പകൽ സമയത്ത് എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത്? കാരണം ഔൾസിന് പകൽ സമയത്ത് കണ്ണ് കാണില്ല. ഓക്കെ, അവർക്ക് നൈറ്റിലാണ് ഈ ബേർഡിന് കണ്ണ് കാണുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പകൽ സമയത്ത് എന്ത് ചെയ്യും? ഉറങ്ങും. ബിക്കോസ് ഔൾസ് ക്യാൻ ഓൺലി സീ അറ്റ് നൈറ്റ്. വാട്ട് വിൽ റൗലി ഡു നൗ? ഇവിടെ നോക്കിക്കേ, റൗലി മെല്ലെ കൂട്ടുന്ന പുറത്തൊക്കെ വന്നു. എന്താണ് അവൾ ചെയ്യുന്നത് നോക്കൂ. എന്താണ് കണ്ടത്? Wow, what a bright light. Rowley blinked her eyes. I can see everything. The green trees, the yellow flowers, the white clouds, the blue sky. She flapped her wings. Mother, I can see now. അപ്പൊ എന്താ പറയണത്? അവള് പുറത്തൊക്കെ വന്നു. അപ്പൊ അവൾക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ അതെല്ലാം കാണുന്നുണ്ട്. അവൾ വെളിച്ചം, കാരണം നല്ല വെളിച്ചം അടിച്ചുകൊണ്ട് അവൾ മെല്ലെ എന്ത് ചെയ്തു? കണ്ണുകളൊക്കെ ഇങ്ങനെ ചിമ്മുകയാണ് ചെയ്യുന്നത്. കണ്ണുകളൊക്കെ മെല്ലെ ഒന്ന് തുറന്നു. അവൾ നോക്കുകയാണ്. എന്തൊക്കെയാണ് അവൾ കണ്ടത്? എന്തൊക്കെയാണ്? ഗ്രീൻ ട്രീസ്, അതുപോലെ അതായത് മരങ്ങൾ അല്ലെ, പച്ച കളർ മരങ്ങൾ, അതുപോലെ മഞ്ഞ കളർ ഫ്ലവേഴ്സ്, യെല്ലോ കളർ ഫ്ലവേഴ്സ്, അതുപോലെ ആകാശം, ബ്ലൂ സ്കൈ, വൈറ്റ് ക്ലൗഡ്സ്, മേഘങ്ങള്, ഇതെല്ലാം അവൾ കണ്ടു. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്. അവൾക്ക് വളരെ ഹാപ്പി ആയി അവള്. ഷീ ഫ്ലാപ്ഡ് ഹെർ വിങ്സ്. ചിറകുകൾ അടിക്കുകയാണ്. ചിറകുകൾ അടിച്ചിട്ട് അവൾ എന്താ പറയണത്? അമ്മേ, എനിക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ എല്ലാം കാണാൻ കഴിയുന്നുണ്ടെന്ന് അമ്മയോട് പറയാണ്. റൗലി സ്ട്രെച്ച്ഡ് ഔട്ട് ഹെർ വിങ്സ്. ഐ ക്യാൻ ഫ്ലൈ. അപ്പൊ അവൾ പറക്കാൻ വേണ്ടിയിട്ട് അവളുടെ ചിറകുകളൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, പറക്കാൻ റെഡി ആവുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ പറക്കാൻ പോകുന്നു എന്ന് പറയണം. ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റും എന്ന് പറയാണ്. ഷാൽ ഐ ഗോ ഫോർ മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്? ഷീ ക്രൈഡ് ഇൻ ജോയ്. റൗലി ഫ്ലോപ്പ്. അപ്പൊ അവൾ എന്ത് ചോദിക്കുന്നത്? വളരെ സന്തോഷത്തോടു കൂടെ പറയാണ്. എന്താ പറയണത്? ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് പോകട്ടെ, ഞാൻ ആദ്യമായി പറക്കാൻ പോകട്ടെ എന്ന് അവള് ഉറക്കെ എന്ന് ചോദിക്കും. ഇവിടെ ക്രൈഡ് എന്ന് പറയുന്നത് എന്താണ്? സന്തോഷം കൊണ്ട് ഉറക്കെ പറയുന്നതാണ്, അല്ലാതെ കരയല്ല. ഉറക്കെ പറയാണ്. സന്തോഷം കൊണ്ട് ഉറക്കെ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? പതുക്കെ പറക്കാൻ തുടങ്ങി. റൗലി ഫ്ലോപ്പ്. പതുക്കെ എന്ത് ചെയ്തു? പുറത്തേക്ക് പറക്കാൻ തുടങ്ങി. വിൽ റൗലി ഗോ ഔട്ട്? അവൾ പുറത്ത് പോയിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും അല്ലേ? വെർ വിൽ ഷീ ഗോ? എവിടേക്കായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക? ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലുണ്ട്. നമ്മുടെ പാർട്ട് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് മനസ്സിലായില്ലേ എല്ലാവർക്കും? നമ്മുടെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ട് 2 ഉണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻ നമ്മുടെ പാർട്ട് 2ലാണ് ഉള്ളത്. നമ്മുടെ പാർട്ട് 1 കണ്ടതിന് ശേഷം എല്ലാവരും പാർട്ട് 2 കാണുക. അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ മറ്റ് ക്ലാസ്സുകൾ, മറ്റ് ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്